കോഴിക്കോട് NITയിൽ പ്രൊഫസർ ഷൈജ ആണ്ടവനെ ഡീനായി നിയമിച്ചതിൽ പ്രതിഷേധം കനക്കുന്നു. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നാലെ നിയമനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കോൺഗ്രസ് ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തും. ഗോഡ്സെ പ്രകീർത്തനത്തിൽ ഷൈജ ജാമ്യത്തിലാണെന്നും ഒക്കെയാണ് ആരോപണം. രാഹുൽ സുരേഷ് വിവരങ്ങളും വച്ചിരുന്നുണ്ട്. രാഹുൽ, അന്ന് എന്താണ് ഗോഡ്സെയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്നതായിരുന്നു ഷൈജ ആണ്ടവനിട്ട കമന്റ്. വലിയ പ്രതിഷേധം ഉണ്ടായി, അറസ്റ്റുണ്ടായി, ജാമ്യത്തിൽ വിട്ടു. ആ ആരോപണത്തിന് പിന്നാലെ സീനിയോറിറ്റി മറികടന്നാണ് ഈ പറഞ്ഞ ആണ്ടവനെ, ഷൈജ ആണ്ടവനെ ഡീനാക്കിയത് എന്ന ആരോപണം കൂടി ഉണ്ടല്ലോ. പ്രതിഷേധം ശക്തമാക്കാനാണോ അവരുടെ ആലോചന, രാഹുൽ? അതെ ഹാഷ്മി, പ്രതിഷേധം ശക്തമാവുകയാണ്. ഷൈജ ആണ്ടവന്റെ ഗോഡ്സെ പ്രകീർത്തനവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്, ഏറെ കണ്ടതാണ്. ആ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയെന്ന് വിചാരിച്ചപ്പോഴാണ് വീണ്ടും ഇടുത്തി പോലെ വീണ്ടും വിവാദങ്ങൾ തലപൊക്കുന്നത്. അതിന് കാരണം ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഷൈജ ആണ്ടവന്റെ ഈ പുതിയ നിയമനവുമാണ്. അതായത് ഈ പരിമിതികൾ മറികടന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ നിയമനം എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇന്നലെ KSUവിന്റെയും SFIന്റെയും ഒക്കെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിലേക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിലേക്ക് വലിയ പ്രതിഷേധം നടക്കാൻ പോകുന്നത്. രാവിലെ 11 മണിക്കാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത്. അതായത് നിയമനം റദ്ദ് ചെയ്യണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നലെ MK രാഘവൻ MP കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും കത്തയച്ചിരുന്നു. ആ കത്തിൽ പറയുന്ന കാരണങ്ങളും ഗോഡ്സെ പ്രകീർത്തനത്തിൽ ഷൈജ ആണ്ടവൻ ജാമ്യത്തിലാണ്, അതുമാത്രമല്ല മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഇപ്പോൾ പുതിയ ഡീനായി ഷൈജ ആണ്ടവനെ നിയമിക്കുന്നതെന്നും ഈ കത്തിൽ പറഞ്ഞിരുന്നു. എന്താണെങ്കിലും ഈ നിയമനം റദ്ദാക്കാതെ പ്രതിഷേധങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് യുവജന സംഘടനകളും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. അതേസമയം ഇന്ന് NITയുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഹാഷ്മി, രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.